പറമ്പ് കിളയ്ക്കുമ്പോൾ പഴയൊരു മർഫിപ്പൊട്ട് കയ്യിലെടുത്തപ്പോൾ ഭൂതകാലത്തൊടിപ്പ്. 6:15 പ്രാദേശിക വാർത്തയ്ക്ക് അച്ഛൻ ചെവികൂർപ്പിച്ചിരുന്നത്, തുടർന്നുള്ള ഭക്തിഗാനത്തിന് വിളക്ക് കൊളുത്തിയിരുന്നത്, വയലും വീടുമാകുമ്പോഴേക്കും അമ്മ കുളിച്ചെത്തിയിരുന്നത്. കമ്പോള നിലവാരം തീരുമ്പോൾ അച്ഛനു വേണ്ടി വീണ്ടും ഡൽഹി വാർത്ത. ഇന്ന് ആരായിരിക്കും വാർത്ത വായിക്കുകയെന്ന് ഞങ്ങൾ കുട്ടികൾ പ്രവചന മത്സരം നടത്തിയിരുന്നത്. യുവവാണിയും മഹിളാലയവും മൂത്തവൾ വലിച്ചു കുടിച്ചിരുന്നത്, ചലച്ചിത്രഗാനങ്ങളിൽ രണ്ടാമൾ ലയിച്ചിരുന്നത്, കണ്ടതും കേട്ടതും കേട്ട് എല്ലാവരും തലതല്ലി ചിരിച്ചത്, സാഹിത്യരംഗം തുടങ്ങുമ്പോൾ ഇളയവൾക്ക് പയിക്കുന്നത്, ഹിന്ദി ഇംഗ്ലീഷ് വാർത്താവേളയിൽ ഒരുമിച്ച് അത്താഴം കഴിച്ചിരുന്നത്, തുടർ നാടകങ്ങൾക്ക് കാതോർത്ത് 10:30 രഞ്ജിനിയും കേട്ടുകൊണ്ട് ഒരുമിച്ച് ഉറങ്ങിയിരുന്നത്. എത്ര പെട്ടെന്നാണ് ജീവിതം സീരിയലൈസ് ചെയ്യപ്പെട്ടു പോയത്.